ഹലോ ഗൈസ്, വെൽക്കം ടു ആര്യസ് ഡയറീസ് യെറ്റ് അനദർ വീഡിയോ. സോ നമ്മളിത് പിരമിഡ്സ് പോയപ്പോഴുള്ള വീഡിയോ ആയിരുന്നു. ഏതാണ്ട് ഒരു മാസം മുന്നേ പോയതാട്ടോ. പക്ഷെ എൻ്റെ ഫോണിൽ നിന്ന് കുറച്ച് റാൻഡം ക്ലിപ്സ് നഷ്ടപ്പെടുകയും ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഇവിടെ ക്ലിപ്സൊക്കെ പോയതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഫോണിൽ സ്പേസ് കുറവായിരുന്നു, നമ്മൾ പെട്ടെന്ന് ഡിലീറ്റ് ആക്കുമ്പോൾ അങ്ങനെ പോയതായിരുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിനാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാട്ടോ. നമ്മളെ ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് കഷ്ടിച്ച് അവിടേക്ക് ദൂരമുള്ളൂ, ഇത് പിരമിഡ്സിൻ്റെ അടുത്തേക്ക്. പക്ഷെ നമ്മൾ ഈ ഒരു തേർഡ് ഇയർ ആയിട്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ പോയില്ല. അത് എന്താ റീസൺ എന്ന് പോലും അറിയില്ല. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ലോങ് പീരീഡിന് ശേഷം നാട്ടിൽ പോകാൻ കുറേ പേരെ കാണും. അവരൊക്കെ ഇങ്ങനെ ചോദിക്കല്ലോ എന്താണ് പിരമിഡ്സ് നേരിട്ട് കണ്ടൊരു എക്സ്പീരിയൻസ് എന്ന്. സോ ആ ഒരു ഇതില്ല കേട്ടോ, ഇപ്പം തന്നെ പോകാൻ സമ്മർ ആവുന്നതിന് മുന്നേ എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് പോയതാണിത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നു സാരിയൊക്കെ ഇട്ടിട്ട്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ സാരി, ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ച. മെക്കിൽസൺ സമയം ഏതാണ്ട് ഒരു 6:45 മോർണിംഗ് ആണ്. അപ്പോൾ കുതിരക്കാരൻ നമ്മുടെ അടുത്ത് പൈസ വയ്ക്കാൻ വേണ്ടി വന്നിട്ട് അതേപോലെ തിരിച്ചുപോയി. ആളൊരു എഫേർട്ടേ. നമ്മളോട് ചെറുതായിട്ടൊന്ന് എൻട്രൻസ് ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ നമ്മൾ കുറച്ച് കുറുക്ക് വഴി കൂടിയൊക്കെ പോകേണ്ടി വന്ന് ആ മെയിൻ ഗേറ്റിനടുത്ത്, ഇത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി. പക്ഷെ ആ പോകുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രെയിം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നേരത്തെ കറക്കത്തിന് ശേഷം നമ്മൾ ഏതാണ്ട് ഒരു എൻട്രൻസിലെത്തി. നമ്മൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് എൻട്രൻസിൽ ഇപ്പോൾ കയറാൻ പറ്റുമോ എത്ര ആവുമെന്നൊന്നും അറിയില്ല. കാരണം എൻ്റെ യൂണിവേഴ്സിറ്റി ID കാർഡിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, ID കയ്യിലില്ല. കുറേ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂണിവേഴ്സിറ്റി ID ഉണ്ടെങ്കിൽ 30 പൗണ്ട് മതി എന്നൊക്കെയാണ് കേട്ടത്. അല്ലെങ്കിൽ നല്ല റേറ്റോ 300-400 ഒക്കെ ആവും. 700? ടൂറിസ്റ്റ് ഒക്കെ ഇവിടെ 700 പൗണ്ട്സ് ആട്ടോ. $30 പൗണ്ടിൽ കാര്യം നടന്നിട്ട് നമ്മൾ ടിക്കറ്റ് കിട്ടി. ഇനി നമുക്ക് എൻട്രൻസിലേക്ക് പോവാം. ഇവിടെ നിറച്ച് കുതിര ചണകാണ്. ഇവിടെ ക്യാഷ് പറ്റൂല, കാർഡേ പറ്റൂട്ടോ. കൊറേ നാളത്തെ ആഗ്രഹം. ഈജിപ്തിൽ വന്നിട്ട് 3 വർഷമായെങ്കിലും ഇതിൽ ഇതുവരെ കയറാൻ പറ്റും. നമ്മൾ ആരും ഇത്രയും കാലമായിട്ട് ഇത് കണ്ടില്ല. ഇത്ര അടുത്തുള്ള 30 പൗണ്ടിന് ചെലവുള്ള ഒരു കാര്യം ഇത്രയും കാലമായിട്ട് നമ്മൾ കണ്ടില്ല. ഇന്ന് ഒറ്റമണിൽ അങ്ങോട്ട് ഇറങ്ങി. ആര്യാസ് ഡയറീസ് നമ്മൾ കൈയടക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാണിച്ചിരിക്കുന്നു. പറയും എന്തെങ്കിലുമൊക്കെ പറ. ടർബൻ, ഷൂസ് എല്ലാതും ഉണ്ട്. നടന്നോ? ഈവൻ ഈ നടന്നോ എന്ന് പറഞ്ഞ ഉള്ളിലേക്ക് ചെന്നപ്പാട്ടോ ഇത് റിയൽ ബ്യൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ രാവിലെ 3 പിരമിഡ് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നതാണ്. ശരിക്കും ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ ചെന്ന ടൈം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു 10-10:30 ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കര ആൾക്കാരായിരുന്നു. അതായത് ഫോറിനേഴ്സ്, ഈജിപ്ഷ്യൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ പാർട്ടി ആഘോഷിക്കാൻ വന്നവർ വരെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വിഷമം എന്താ വെച്ചാൽ എനിക്ക് റീൽ എടുത്തിരുന്ന കാര്യത്തിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വ്ലോഗ് വേണ്ട പോലെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ വീഡിയോസ് കണ്ടായിരിക്കും ഞാൻ അവിടെ റീൽ എടുക്കാൻ വേണ്ടി ഭയങ്കര പോസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ട് കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തരണം എന്നൊക്കെ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. എന്തായാലും എനിക്ക് കേട്ടറിവുള്ള കാര്യങ്ങളും പിന്നെ ഞാൻ ChatGPTയിൽ കുറച്ച് അന്വേഷണമായ കാര്യങ്ങളും ഞാൻ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ദ ഗ്രേറ്റ് പിരമിഡ്സ് ഓഫ് ഗിസ, കൈറോയിലെ ഗിസയിലാണിത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് കൈറോ എയർപോർട്ടിൽ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും നമുക്ക് പറയാം. ഏതാണ്ട് 4500 വർഷങ്ങൾക്ക് മുന്നേ പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്താണ് ഇതിൻ്റെ പണി കഴിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഗിസയിലെ ഏറ്റവും വലുതും പ്രശസ്തനുമായ പിരമിഡ് രാജാവായ കുഫുവിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്. മാത്രമല്ല പുരാതന ലോകത്തിന്റെ 7 അത്ഭുതങ്ങളിൽ ഇത് ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫിറോവകളുടെ ശവകുടീരങ്ങളായിട്ടാണ് ഈ പിരമിഡുകൾ നിർമ്മിച്ചത്. അതെ, ഈജിപ്ഷ്യൻ വിശ്വാസം പ്രകാരം മരണം എന്നത് ജീവിതത്തിന് തുടക്കം മാത്രമാണ്. അതിനാൽ രാജാക്കന്മാരെ ഭംഗിയോടെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരമിഡുകൾ അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരുന്നത്. എന്നാൽ 4000 വർഷങ്ങൾക്ക് മുന്നേ ഈ വലിയ കല്ലുകൾ കൊണ്ട് എങ്ങനെയാ ഇത് പണിതതെന്ന് തികച്ചും മാജിക്കലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച കല്ലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈം സ്റ്റോൺ ആണ് പ്രധാന കല്ല്. ഭാഗങ്ങളും ഈ കല്ലുകൾ കൊണ്ടാണ് പണിതത്. എന്നാൽ വലിയ ശവകുറ്റികളും രാജാവിൻ്റെ അറകൾ തുടങ്ങിയ ഭാഗം ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് പണിതത്.
എന്നാൽ ഇതിൽ പലതും അസ്വാൻ എന്ന സ്ഥലത്തിൽ നിന്ന് നൈൽ നദിയിൽ കൂടെയാണ് കൊണ്ടുവന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഹിസ്റ്ററിയൊക്കെ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിത് നേരിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഫീൽ ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മീൻസ് എനിക്ക് ഫീലായ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഓരോ കല്ല് കാണുമ്പോൾ അത് പണിത ആളെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. 4500 വർഷങ്ങൾക്ക് മുന്നേ അയാൾ എങ്ങനെയായിരിക്കും ഈ കല്ല് പൊക്കി വെച്ചിട്ടുണ്ടാവുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഓരോ പിരമിഡുകളും വെറും ഒരു ഹിസ്റ്റോറിക്കൽ കാര്യം മാത്രമല്ലാണ്ട് ഓരോ ആൾക്കാരെ കഷ്ടപ്പാടിൻ്റെയും കൂടി ഒരു പ്രതിഫലമാണെന്ന് കൂടി കണ്ടാൽ നമുക്ക് ഈ കാര്യം കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നുന്നതാണ്. എന്തായാലും ഈ പിരമിഡുകളെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഞങ്ങളുടെ ഓരോ കളിച്ചിരി വർത്തമാനങ്ങൾക്ക് മേലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആവുമെന്നുള്ളതിലാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് കവർ ഇതിൽ ആഡ് ചെയ്തത്. ഇത്ര ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പിരമിഡ്സിൻ്റെ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിനുള്ളതാണ് മമ്മി ഫ്രൈ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റൊക്കെ എക്സ്ട്രാ ആയിട്ട് സെറ്റ് ചെയ്തതാണ്. ഒരുമാതിരി സ്മെല്ലൊക്കെ ആണ്. ഈ സാരിയൊക്കെ കൂടി ഇട്ടിട്ട് നടന്നോ എനിക്ക് ഫോൺ പിടിച്ചോണ്ട് നടക്കാൻ പറ്റില്ലടാ. എന്താ തല ശ്രദ്ധിച്ച് നോക്കട്ടെ. തലടിച്ച് പൊറടിച്ച് എന്തൊരു ഇരുടാ. പുറത്തേക്ക് ഇറങ്ങിയ പ്രത്യേക സുഖം. ഇങ്ങനെ തലയൊക്കെ മുറിച്ചോണ്ട് പോയിക്കും. പുറത്തുള്ളാർക്കും തലയൊന്നുമില്ല. ഇവിടെ എന്തോ കുഴിയൊക്കെ ഉണ്ട്. ഹൗ വാസ് എക്സ്പീരിയൻസ് താഴോട്ട് പോയത്? അവൻ്റെ ഒരു ഡെഡിക്കേഷന്. ഇത് വീഡിയോ ആണ്. ഗുഡ് ഹൽവ. അയ്യോ ഇസ്മുക്കി ഉമ്മ ബീച്ച് പോയിനോട്ടോ നടക്കുന്നത്. നടന്നു ഓ താഴെ പോയി. സർണാന്ന് തോന്നുന്നു. ഉറച്ചോക്കട്ടെ. അവിടെ ഒരു ടൂർ ഗൈഡ് പറയുന്ന കാര്യം ഞാൻ ഇപ്പോൾ കേട്ടാണ്. ഇവിടെ മൊത്തം ഈ ട്രയാങ്കുലർ കുഞ്ഞു കുഞ്ഞു ഷേപ്പിലുള്ളൊക്കെ റെക്ടാങ്കുലർ ഷേപ്പിൽ കാണുന്നതെല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. പക്ഷെ അവർ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, ടോംസ് ആണെന്നാണ് അയാൾ പറയുന്നത്. ഇതവിടെ എവിടേക്കൊക്കെ കുഞ്ഞു കുഞ്ഞു റെക്ടാങ്കിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടെന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണെന്ന് പറയുന്നത്. നമ്മൾ വീഡിയോ നിർത്താണ്. ഫോൺ ഇപ്പോൾ ഓഫ് ഏതായാലും 2% ഉള്ളൂ. ഇവിടെ മറ്റേ കോൺസേർട്ട് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു. ഇവിടെ മെറൂൺ 5ന്റെ കോൺസേർട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ഞങ്ങൾ വരുന്നതിന് മുന്നേ വേണ്ട. അപ്പോൾ ശരി ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും പിരമിഡ്സ് ഒന്ന് കാണാം. ബോയ്.